ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്രീലിയയുടെ RS457 ആണ്. ഒരു സ്പോർട്സ് മോട്ടോർ സൈക്കിൾ എന്ന രീതിയിൽ അപ്രീലിയ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നൊരു മോഡലാണ് ഈ RS457 എന്നുള്ളത്. 2016 മുതൽ നമ്മുടെ അപ്രീലിയ ഇന്ത്യയിൽ സാന്നിധ്യം അറിയിച്ചുള്ളൊരു വാഹന കമ്പനിയാണ്. അപ്പോൾ അപ്രീലിയ ഈ കൊണ്ടുവന്നിരിക്കുന്ന RS457 എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്രീലിയയുടെ ലൈനപ്പിൽ വളരെ അഗ്രസീവ് ആൻഡ് ഷാർപ്പ് ഡിസൈനിൽ വരുന്നൊരു മോഡലാണ് ഈ RS457 എന്നുള്ളത്. ഇതിൻ്റെ തന്നെ കൂടിയ മോഡലായ RS660 അടിസ്ഥാനമാക്കിയിട്ടാണ് RS457 അപ്രീലിയ നിർമ്മിച്ചിരിക്കുന്നത്. ഈ RS457 ഫ്രണ്ട് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അഗ്രസീവായിട്ടുള്ളൊരു ഫെയറിംഗ് സെക്ഷനാണ് അപ്രീലിയ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വരാം. അപ്രീലിയ RS457 ഫ്രണ്ട് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് ഈ 457 കൊടുത്തിരിക്കുന്നത്. അതിൽ ഇവിടെയായിട്ടൊരു പാർക്ക് ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫെയറിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് അപ്രീലിയ എന്നൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. പിന്നെ ഇരുവശങ്ങളിലായിട്ടും റിയർ വ്യൂ മിററിൽ ഘടിപ്പിച്ചിരിക്കുന്നു. പിന്നെ ചെറിയൊരു വിൻ വൈസറും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവൻ്റെ ടയറുകളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 110/70 17 ഇഞ്ചിൻ്റെ ടയറുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ 320 mm ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ റേഡിയലി അലൈൻ ചെയ്തിട്ടുള്ള കാലിപ്പേഴ്സ് നമുക്ക് കാണാം. ഇതൊരു 4 പിസ്റ്റൺ കാലിബറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, ബൈബ്രയുടെ തന്നെയാണ്. ഇനി ഇവൻ്റെ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ ഒരു 41 mm USD ഫോർക്കുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു പ്രീലോഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. ഇവൻ്റെ സസ്പെൻഷൻ്റെ കംഫർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് റൈഡിങ്ങിൽ പറയാം. ഇനി ഇവൻ്റെ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അഗ്രസീവ് ആൻഡ് ഷാർപ്പായിട്ടുള്ള ഒരു ഫെയറിംഗ് സെറ്റപ്പ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ അപ്രീലിയയുടെ ഒരു ഒക്കെ ആയിട്ടുള്ള ഗ്രാഫിക്സും ഇവിടെ RS എന്ന് പറയുന്ന ഗ്രാഫിക്സും കാണാം. പിന്നെ ഇവൻ്റെ ഷാസിലേക്ക് വരുമ്പോൾ ഒരു അലുമിനിയം അലോയ് ഷാസിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഇവൻ്റെ എഞ്ചിനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 457 cc പാരലൽ ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതും 270 ഡിഗ്രി അലൈൻമെൻറ്റിലാണ് ഇവൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത്. പിന്നെ ഇവൻ്റെ പവറിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 48 bhp പവറും ഒരു 43.5 ന്യൂട്ടൺ ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പറയുന്നത്. പിന്നെ ഇവിടെ താഴെയായിട്ടൊരു അണ്ടർബെലി എക്സോസ്റ്റ് കാണാം. അതൊരു 2-in-1 എക്സോസ്റ്റ് ആണ്. അതായത് 2 സിലിണ്ടറിൽ നിന്ന് വരെ പൈപ്പുകൾ ഒരുമിച്ചിട്ട് ഒരു സിംഗിൾ എക്സോസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് അവൻ്റെ എക്സോസ്റ്റിനോട്ട് നോക്കാം. പിന്നെ പുറകിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് റൈഡറിൻ്റെ ഫുഡ് പ്ലഗുകൾ കാണാം. ഇത് പില്ലിൻ്റെ ഫുഡ് പ്ലഗ് ആണ്. പക്ഷേ ഇത്രയും അലോയ് മെറ്റീരിയലൊക്കെ ഫ്രെയിമിൽ ആഡ് ചെയ്ത് അപ്രീലിയക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു അലോയ് ആക്കായിരുന്നു, കുറച്ചുകൂടി ഭംഗിയായെന്ന് അത് എൻ്റെ ഒപ്പീനിയനാണ്. പിന്നെ പുറകിലേക്ക് വരുമ്പോൾ ഇവിടെ RS457 എന്നുള്ളൊരു ബാഡ്ജ് കാണാൻ സാധിക്കും. പിന്നെ വളരെ സ്ലീക്കായിട്ടുള്ളൊരു ടൈലൻ്റ് ഇവിടെ കാണാം. പിന്നെ ബാക്കിലെ ടയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു 150/60 17 ഇഞ്ചിൻ്റെ ടയറുകളാണ് പുറകിൽ കൊടുത്തിരിക്കുന്നത്. അതിലൊരു 220 mm ഡിസ്ക് ബ്രേക്കുകൾ കൊടുത്തിരിക്കുന്നു. അതിലൊരു സിംഗിൾ പിസ്റ്റൺ കാലിബറാണ് കൊടുത്തിരിക്കുന്നത്. അതും ബൈബ്രയുടെ കാലിബർ തന്നെയാണ്. പിന്നെ ഈ വാഹനത്തിൽ എന്ന് പറയുമ്പോൾ ഒരു ഡ്യുവൽ ചാനൽ ABS ഉണ്ട്. അതും ഒരു സ്വിച്ചബിൾ ABS സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പറയാം. ഇനി 457 ടെയിൽ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു M പോലെയാണ് ഇവൻ്റെ ടെയിൽ ലൈറ്റിൻ്റെ ഡിസൈനൊക്കെ കാണുന്നത്. പിന്നെ വളരെ സ്ലീക്കായിട്ടുള്ളൊരു ടൈലൻ്റ് ഇങ്ങനെ തള്ളി നിന്നിട്ട് അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. അതും LED ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇനി RS457 ഡ്രൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ചെയിൻ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് മുകളിലായിട്ടൊരു ഫൈബറിൻ്റെ ഗാർഡായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ റിയർ സസ്പെൻഷൻ്റെ കാര്യം പറയാം. ഒരു മോണോഷോക്ക് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതും പ്രീലോഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഗിയർ ബോക്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഈ വാഹനത്തിൽ ക്വിക്ക് ഷിഫ്റ്റർ ഇല്ല. അതൊരു ഓപ്ഷണലായിട്ട് വെക്കേണ്ട ഒരു ആക്സസറിയാണ്. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ റൈഡ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇനി RS457 സീറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്പ്ലിറ്റ് സീറ്റുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ റൈഡറിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് നാരോയും ബാക്കിലേക്ക് വരുമ്പോൾ നല്ല വിഡ്ത്തുള്ള സീറ്റുകൾ തന്നെയാണ്. പിന്നെ പില്ലിൻ്റെ സീറ്റും നല്ല രീതിയിൽ തന്നെ വിഡ്ത്തുള്ള സീറ്റാണ്. 2 സീറ്റുകളും തന്നെ നല്ല രീതിയിൽ കുഷനിങ്ങുള്ള സീറ്റുകളാണ്. നമുക്ക് സീറ്റുകളിലേക്ക് കയറിയിരിക്കാം. സീറ്റുകളിലേക്ക് കയറിയിരുന്ന് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 800 mm ആണ് ഈ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ വാഹനത്തിൻ്റെ വെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 175 കിലോയും ഡ്രൈവ് വെയിറ്റ് എന്ന് പറയുന്നത് 151 കിലോയാണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം വെയിറ്റുള്ള വാഹനം തന്നെയാണ് ഈ RS457 എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവൻ്റെ എക്സോസ്റ്റ് നോട്ട് നിങ്ങൾ നോക്കിയിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയാണ് RS457 എക്സോസ്റ്റ് നോട്ട് വരുന്നത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി RS457 എർഗണോമിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് പ്ലഗിലേക്ക് കാല് കയറ്റി വെച്ചിരുന്ന് ഹാൻഡിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലീനായിട്ടുള്ളൊരു പോസ്റ്ററാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കൊരു 390 കിട്ടുന്ന പോലെ അത്ര റിലാക്സ്ഡ് പോസ്റ്റർ അല്ല ഇതിൽ കിട്ടുന്നത്. കുറച്ചും കൂടി ലീനായിട്ടുള്ള പോസ്റ്ററാണ്. എന്നാൽ അധികം ഇതിലേക്ക് കിടന്നുള്ള ഫീലിംഗ് നമുക്ക് കിട്ടുന്നില്ല കേട്ടോ.
അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എർഗണോമിക്സ് ഒക്കെ വരുന്നത്. ഇനി RS457ൻ്റെ മീറ്റർ കൺസോളിലേക്കും ഹാൻഡിലേക്കും പോയി കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിലാണ്. നമ്മൾ അപ്രീലിയയിൽ കാണുന്ന ഹാൻഡിൽ തന്നെയാണ്. പക്ഷേ അപ്രീലിയയിൽ കാണാത്ത രീതിയിൽ ഇവിടെ ബോൾട്ട്സ് ഒക്കെ വിസിബിൾ ആയിട്ടുണ്ട്. അത് അപ്രീലിയയിൽ വരാത്തൊരു കാര്യം തന്നെയാണ്. പിന്നെ ടാങ്കിലേക്ക് വന്നു വളരെ മാസീവായിട്ടുള്ളൊരു ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ അപ്രീലിയ റേസിംഗ് എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് കാണാം. പിന്നെ ഇവിടെയായിട്ട് അപ്രീലിയ 54 വേൾഡ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കാണാം. അത് ടൈറ്റിൽസ് അടിച്ചതിൻ്റെ ഒരു ഇതാണ്. പിന്നെ സ്വിച്ച് ഗിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ സ്വിച്ച് ഗിയേഴ്സ് തന്നെയാണ്. അപ്രീലിയയിൽ കാണുന്ന സ്വിച്ച് ഗിയേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് റൈറ്റ് സൈഡിലാകുമ്പോൾ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകൾ, ഇവിടെ നാവിഗേഷൻ സ്വിച്ച്, ടേൺ ഇൻഡിക്കേറ്റർ, ഹോണ്. പിന്നെ റൈറ്റിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കിൽ സ്വിച്ചും പിന്നെ ഒരു മോഡ് സെലക്ടർ സ്വിച്ചും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒന്ന് ഓണാക്കാം. അപ്പോൾ അതിൻ്റെ ആനിമേഷനൊക്കെ എങ്ങനെ നോക്കാം. ഇഗ്നിഷൻ ഓണാക്കി. അപ്പോൾ ഇതുപോലെ അപ്രീലിയ എന്നൊരു ബാഡ്ജിങ് കാണാം, BA റേസർ എന്നൊരു ബാഡ്ജിങ് കാണാം. പിന്നെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ വാഹനത്തിന് 3 റൈഡിങ് മോഡലാണ് അപ്രീലിയ കൊടുത്തിരിക്കുന്നത്. അതിൽ സ്പോർട്ട്, ഇക്കോ, റെയിൻ എന്നിങ്ങനെ 3 റൈഡിങ് മോഡലുണ്ട്. പിന്നെ നല്ല വിസിബിലിറ്റിയുള്ള മീറ്റർ കൺസോൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 5 ഇഞ്ചിൻ്റെ മൾട്ടി കളേർഡ് ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഔട്ടർ പെരിഫറലായിട്ട് വാർണിങ്ങുകളും ഇവിടെയായിട്ട് കിലോമീറ്റർ, എൻജിൻ ടെമ്പറേച്ചർ, വോൾട്ടേജ്, അങ്ങനെ ഓയിൽ വാർണിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ മൂലയ്ക്കായിട്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ RS457 ഓടിച്ചു നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഓടിക്കുന്ന ഒരു ലോക്കൽ റോഡിലാണ്. അപ്പോൾ ഈ ലോക്കൽ റോഡിലുണ്ട് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റിഫർ സൈഡാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിത് പുതിയൊരു നല്ല റോഡിലേക്ക് കിടക്കുകയാണ്. ഈ റോഡിലേക്ക് വരുമ്പോൾ ഇവൻ്റെ സസ്പെൻഷൻ കുറച്ചുകൂടി നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രീലോഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. നമുക്ക് ഫർദർ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇതിൽ നടക്കില്ല. ഇതിലൊരു ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ റൈഡബിലിറ്റി നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഈ സസ്പെൻഷൻ വെച്ചിട്ട് റൈഡബിലിറ്റി കുറവാണെന്നല്ല പറയുന്നത്, പക്ഷേ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ബെറ്റർ ആയേനെ. ഈ RS457ൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 457 cc പാരലൽ ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആംഗിളൊക്കെ വരുന്നത് 270 ഡിഗ്രിയാണ്. അതിൻ്റേതായ ഗുണങ്ങളൊക്കെ ഈ വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇനി RS457ൻ്റെ പവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 48 PS പവർ 9400 RPM-ലും 43 Nm ടോർക്ക് 6700 RPM-ലാണ് ഈ വാഹനത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവൻ്റെ എക്സോസ് നോട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ട്രാക്ടർ ലൈക്ക് സൗണ്ടാണ് ഇവൻ്റെ എക്സോസ് നോട്ടിൽ നിന്ന് വരുന്നത് കേട്ടോ. അത് ഇറ്റാലിയൻ ബ്രാൻഡുകളായ ഡുക്കാറ്റിയിലും ഈ അപ്രീലിയയിലും ഉള്ളത് തന്നെയാണ്. അത് അവരുടെ ഒരു ഐഡൻറ്റിറ്റി പോലെയാണ് കേട്ടോ. പിന്നെ റണ്ണിങ്ങിലൊന്നും ഇങ്ങനെ എല്ലാ സൗണ്ട് വരുന്നത്, വണ്ടി ഒന്നുകൂടി റവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് വരുന്ന എക്സോസ് നോട്ട് എന്ന് പറയുന്നത് വളരെ സ്വീറ്റ് ആയിട്ടൊരു എക്സോസ് നോട്ടാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ സ്ലിപ്പ് അസിസ്റ്റ് ക്ലച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ ഓപ്ഷനിലാണ്. അതൊരു 19,000 രൂപ പേ ചെയ്തതിൽ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ 28,000 രൂപയോളമാണ് ഇവൻ്റെ TPMS-ന് അപ്രീലിയ ചാർജ് ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ആക്സസറി ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓപ്ഷണലായിട്ട് വാങ്ങി വെക്കണമെങ്കിൽ വാങ്ങി വെക്കാം. എന്തായാലും ഞാൻ ഈ ക്വിക്ക് ഷിഫ്റ്റർ എന്തായാലും റെക്കമെൻഡ് ചെയ്യും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഗിയർ ഷിഫ്റ്റ് ഒന്നും കൂടി നമുക്ക് സ്പോർട്ടി ആക്കി തരും. പിന്നെ ഈ അപ്രീലിയ 457ൻ്റെ കൺസ്ട്രക്ഷനിലേക്കും ഡിസൈനിലേക്ക് വരുമ്പോൾ ഒരു സൂപ്പർ ബൈക്ക് ലൈക്ക് ഡിസൈനാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതായത് RS V4ൻ്റെ ഒക്കെ ഒരു ഡിസൈൻ എലമെൻറ്റുകൾ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വാഹനത്തിലൊരു അലുമിനിയം ഷാസിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ഡ്രൈ വെയിറ്റ് എന്ന് പറയുന്നത് 159 കിലോയും വെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 175 കിലോയാണ് കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഭാരം കുറയ്ക്കാനും അതുപോലെ സ്റ്റെബിലിറ്റി എല്ലാം കൂട്ടാനും ഈ അലുമിനിയം ഷാസി സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ അപ്രീലിയ 457-ൽ 3 റൈഡിംഗ് മോഡലാണ് അപ്രീലിയ കൊടുത്തിരിക്കുന്നത്. അതായത് സ്പോർട്ട്, റെയിൻ, ഇക്കോ എന്ന് പറഞ്ഞിട്ടുള്ള റൈഡിംഗ് മോഡലാണ്. ഇതിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്പോർട്ട് മോഡ് സ്പോർട്ടിൽ ഓടിക്കാനും റൈഡ് മോഡിൽ ഓടിക്കാനും പിന്നെ ഇക്കോ എന്ന് പറയുന്നത് കുറച്ച് ഇക്കണോമിക്കലി ഓടിക്കാൻ വേണ്ടിയാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ സ്പോർട്ട് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ആ ക്യാരക്ടർ തന്നെ നല്ല രീതിയിൽ മാറുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവനൊരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലല്ല ഇവൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ പുൾ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ബ്രേക്കിംഗ് കുറച്ച് കുറവാണോ എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അപ്രീലിയ 457 ഒന്ന് പുൾ ചെയ്ത് ഓടിച്ച് നോക്കാം കേട്ടോ. എന്തായാലും വണ്ടി നിർത്തിയിട്ട് 0-ൽ നിന്ന് തന്നെ തുടങ്ങാം. മിറർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. മിററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിസിബിലിറ്റി ഉള്ള മിറർ തന്നെയാണ്. പക്ഷേ റണ്ണിങ്ങിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊന്ന് കൈ കൊടുത്ത് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇവൻ്റെ ത്രോട്ട് റെസ്പോൺസ് എന്നൊക്കെ പറയുന്നത് വളരെ അഗ്രസീവായിട്ടുള്ള ത്രോട്ട് റെസ്പോൺസാണ് കേട്ടോ. കുട്ടൂറ്റി വലിയ വാഹനം കയറി പോകുന്നുണ്ട്.
നമ്മളൊരു 170 വരെയൊക്കെ ഈ വാഹനം പുഷ്പം പോലെ കയറുന്നതാണ് നമ്മൾ പല സ്ഥലത്തു നിന്ന് റെഫർ ചെയ്തപ്പോൾ മനസ്സിലായത്. 200 കയറുന്നൊക്കെ പറഞ്ഞ് അപ്രിലിയ ഫാൻസ് അവിടെ ഇവിടെ കിടന്ന് തല്ലുവിടുന്നുണ്ട്, അതൊക്കെ നമുക്ക് നോക്കണ്ട. പക്ഷേ 170 വരെയൊക്കെ വാഹനം പുട്ടൂറ്റി വലപ്പോൾ കയറും കേട്ടോ. അപ്പോൾ നമ്മൾ 170 എപ്പോഴും ഓടിക്കണം എന്നല്ല പറയുന്നത്, നമ്മളെപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ സേഫായിട്ട് ഓടിക്കുക. മറ്റുള്ളവരുടെ ജീവനും നമ്മുടെ ജീവനും വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് ഓടിക്കുക. അപ്പോൾ ഓപ്പൺ റോഡ് കിട്ടിയോണ്ടാണ് ഞാൻ നോക്കിയത്. ആരും അത് പരീക്ഷിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഒരു 170 വരെയൊക്കെ വാഹനം പുഷ്പം പോലെ കയറും. നമ്മളെന്തായാലും അതിലേക്ക് എത്തിക്കുന്നില്ല കേട്ടോ. നമ്മുടെ സേഫ്റ്റി കൺസേൺസ് കൊണ്ട് നമ്മൾ അത്ര എത്തിക്കുന്നില്ല. പിന്നെ നമ്മുടെ റോഡുകളുടെ കാര്യം അറിയാമല്ലോ, എപ്പോഴാണ് ഒരാൾ വട്ടം വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഇത്ര സ്പീഡിലേക്കൊന്ന് പുൾ ചെയ്ത് ഓടിച്ചപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ വാഹനത്തിന് വളരെ മിനിമലാണ് വൈബ്രേഷൻ നിറഞ്ഞത്. വൈബ്രേഷൻസ് ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയാനാകും. പിന്നെ ഇവൻ്റെ ഇത്രയും നേരം ഓടിച്ചപ്പോഴും ഇവൻ്റെ ഹീറ്റിങ്ങിൻ്റെ കാര്യം എന്ന് പറയുന്നത്, എൻജിൻ കുറച്ചൊക്കെ ഹീറ്റ് ആവുന്നുണ്ട്. അത് നമ്മുടെ മുട്ടുകാലിൻ്റെ സൈഡിലേക്ക് ഹീറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവൻ്റെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം, നല്ല ടോപ്പ് സ്പീഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവൻ്റെ ബ്രേക്ക് കുറച്ച് കുറവാണോ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ബിഗിനറായിട്ടുള്ള ഒരാളാണ് ഈ വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വാഹനം കയ്യിലായതിന് ശേഷം മാത്രം ഇതുപോലെ പുൾ ചെയ്ത് ഓടിക്കാൻ നോക്കുക. നിങ്ങളിതുപോലെ ഓടിക്കുന്ന സമയത്ത് ഒരു പില്ലിനേർ ഉണ്ടെങ്കിൽ ആളെ കൊണ്ടൊന്ന് ലീൻ ചെയ്ത് നിങ്ങളൊന്ന് പിടിച്ചിരിക്കാൻ പറയാം കേട്ടോ. എനിക്ക് നേരത്തെ പറ്റി, ഞാൻ വാഹനം ഷോറൂമിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് പുറകിലുണ്ടായിരുന്നു. അദ്ദേഹം നമ്മളൊന്ന് കൈ കൊടുത്തപ്പോൾ പുറകിലേക്ക് വീഴാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പുറകിൽ വേറൊരാളെന്നുണ്ടെങ്കിൽ ആളുടെ സേഫ്റ്റിയും കൂടിയും കണക്കാക്കിയിട്ട് നിങ്ങൾ ഈ വാഹനം ഓടിക്കും. ഇനി ഈ വാഹനത്തിൻ്റെ വിലയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വില എന്ന് പറയുന്നത്. ഇത്രയും പവർഫുള്ളായ വാഹനം പെട്ടെന്ന് ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വിലയാണ്. അതായത് പണ്ട് KTM ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര അഫോർഡായിട്ട് നമുക്ക് എടുക്കാവുന്ന വാഹനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡെത്ത് റേറ്റ് കുറച്ച് കൂടി എന്നുള്ളൊരു, അതായത് KTM ഒരു മരണവണ്ടി എന്നുള്ള പേര് വാങ്ങിക്കൊടുക്കാൻ ആ പ്രൈസിങ് അവർ KTM സഹായിച്ചു എന്ന് പറയാൻ എല്ലാവർക്കും നെഗറ്റീവ് ഇമ്പാക്റ്റ് ആ പ്രൈസിങ് കൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 5.34 lakhs ആണ് ഈ വാഹനത്തിന് ഓൺ റോഡ് കേരള പ്രൈസ് വരുന്നത്. അപ്പോൾ അതെന്തായാലും ഒരു നല്ലൊരു പ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 455 cc അപ്രിലിയയുടെ ഒരു ബൈക്ക് എന്ന് പറയുമ്പോൾ ആ റേറ്റൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ അപ്രിലിയ എടുക്കണം എന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, മറ്റു ബൈക്കുകളെ പോലെ ഷോറൂമിൽ പോയിട്ട് കാത്ത് കെട്ടി കിടക്കേണ്ടി വരില്ല ഈ വാഹനത്തിൻ്റെ സർവീസ് ചെയ്യാനായിട്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാലത്ത് കൊണ്ടുപോയിട്ടാണെങ്കിൽ വൈകുന്നേരം വണ്ടി കൊണ്ടുവരാവുന്ന രീതിയിൽ ഈ വാഹനത്തിൻ്റെ സർവീസൊക്കെ ലഭിക്കും കേട്ടോ. പിന്നെ ഈ വാഹനത്തിന് ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല സ്റ്റൈലിംഗ് ആണ്. അതുപോലെ ആ 5 ഇഞ്ചിൻ്റെ മൾട്ടി കളർഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഉണ്ട്. അതിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് അപാരമാണ്. അതുപോലെ 3 റൈഡിങ് മോഡ്സ് ഉണ്ട്. അങ്ങനെ നല്ലൊരു പാക്കേജ് തന്നെയാണ് ഈ അപ്രിലിയ 457 എന്നുള്ളത്. പിന്നെ സർവീസിങ്ങിനായിട്ട് ഒരുപാട് നമ്മൾ കാത്ത് കെട്ടി കിടക്കേണ്ടി വരില്ല എന്നുള്ളത് തന്നെ ഒരുപാട് ഗുണമാണ്. മറ്റ് ഷോറൂമുകളിലൊക്കെ നമ്മൾ ദിവസങ്ങളോളം വാഹനം വെക്കുമ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാലത്ത് പോയിട്ട് വൈകുന്നേരം എടുക്കാവുന്ന രീതിയിൽ സർവീസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിന്ന് ഈ വാഹനത്തിനെ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് തന്നിരിക്കുന്നത് അവർ ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന അപ്രിലിയയുടെ ഷോറൂമിൽ നിന്നാണ്. ഈ ഷോറൂം വരുന്നത് തൃശ്ശൂർ നടത്തറയിൽ നിന്നും മണ്ണുത്തിക്ക് പോകുന്ന വഴിയിൽ, നടത്തറ സിഗ്നലിൽ നിന്ന് ഒരു 200 meters മാറി ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോറൂം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഞാൻ ഇവരുടെ നമ്പർ ഇവിടെ ചേർക്കാം. പിന്നെ ഈ ടെസ്റ്റ് ഡ്രൈവ് വാഹനം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ ഈ അവർ ആൻഡ് അസോസിയേറ്റ്സ് അപ്രിലിയയിൽ എപ്പോൾ വേണമെങ്കിലും ഈ വാഹനം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെന്നിട്ട് ഈ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സേഫായിട്ട് വാഹനം ഓടിക്കാൻ നോക്കുക. നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും വിലയുണ്ടെന്ന് കണക്കാക്കിയിട്ട് വാഹനം ഓടിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോ കാണാം. ബൈ.